അജന്ത മെൻഡിസ് എന്ന് പറഞ്ഞ കളറാണ് പറഞ്ഞത്. മഹീൻ ഡാർക്ക് ബ്ലൂ പറഞ്ഞു, രഞ്ജിത്ത് കറുപ്പ് പറഞ്ഞു. അപ്പം ഇത്രയും പേരാണ് കോണ്ടസ്റ്റിൽ കളർ ആൻസർ പറഞ്ഞുകൊണ്ട് പങ്കെടുത്തിരിക്കുന്നത്. ഓക്കെ, അഷ്റഫ് എന്ന കളറുമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ബ്ലാക്ക് എന്ന അഷ്റഫ്. അപ്പം ഇത്രയും ആളുകളാണ് നമ്മുടെ കോണ്ടസ്റ്റിൽ പങ്കെടുത്തവർ കേട്ടോ. ഇത്രയും പേര് പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, അല്ല സബാനെ ഉത്തരം ആകാശ പച്ചയാന്ന് പറയാം. അല്ല സബാന്റെ ഉത്തരം ആകാശ പച്ച. ഓ അങ്ങനെയാണോ? സബാൻ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഷക്കീർ ബ്രോ. KKPP വന്നിട്ടുണ്ടല്ലേ. ഹായ് ഹായ്, വെൽക്കം KKPP. സുഖാണോ? അപ്പം നമ്മൾ കോണ്ടസ്റ്റ് വിന്നറെ പ്രഖ്യാപിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഞാൻ ചെയ്തൊരു ലൈവ് വീഡിയോയിൽ ഞാൻ ഏട്ടനും മോളും മലയ്ക്ക് പോയി വന്നു എന്ന് പറയുന്ന ആ ലൈവ് വീഡിയോയിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കളർ ഏതാണ്, അതിൻ്റെ കൂടെ ആ ലൈവ് വീഡിയോ ചെയ്ത ഡേറ്റ് എന്നാണ്. ഇത് രണ്ടുമായിരുന്നു ക്വസ്റ്റ്യൻ. പക്ഷേ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞത് കളർ മാത്രമാണ്. ഒത്തിരി ആളുകൾ കളർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ കളർ പറഞ്ഞവരെ നമ്മൾക്ക് കോണ്ടസ്റ്റിൽ വിന്നറായി പ്രഖ്യാപിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ 2 പേരാണ് ഡേറ്റ് പറഞ്ഞത്. ഡേറ്റും കളറും പറഞ്ഞത് 2 വ്യക്തികളാണ്. അതാരൊക്കെയാണെന്ന് ഞാൻ പറയാം. ചാൾസ് ബ്ലാക്ക് എന്നും ഡേറ്റ് ഏപ്രിൽ 2 എന്നും പറഞ്ഞു. അവന്തിക യെല്ലോ എന്നും 24/11/24 ഈ 2 ഡേറ്റ്, ഈ 2 പേരുമാണ് ഡേറ്റ് പറഞ്ഞത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം എത്ര വിജയികളുണ്ടെന്നുള്ളത്. കളർ പറഞ്ഞവരെ നമുക്ക് വിജയികളായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ വേറൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഡേറ്റ് പറഞ്ഞ 2 പേരും തെറ്റായിട്ടാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. കളറും തെറ്റാണ്. അപ്പോൾ അവിടെ വീണ്ടും ട്വിസ്റ്റ് എന്താണ്? വിന്നറില്ല എന്നുള്ള ഒരു ട്വിസ്റ്റാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പം നമ്മളുടെ കളറ് മാത്രമായിട്ട്, കളറ് കുറേ പേര് ഗസ് ചെയ്താന്ന് എനിക്കറിയാം. 100% എല്ലാവരും തന്നെ ഗസ് ചെയ്താന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഗസ് ചെയ്തതാണെങ്കിൽ പോലും കറക്റ്റായിട്ട് കളറ് പറഞ്ഞ ആളുകൾക്ക് നമ്മൾ പ്രോത്സാഹന സമ്മാനം എന്നുള്ള രീതിയിൽ 500 റുപ്പീസിൻ്റെ പ്രൈസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, 500 റുപ്പീസിൻ്റെ പ്രൈസ്. ഒരിക്കലും 500 റുപ്പീസിൻ്റെ പ്രൈസ് കൊടുക്കേണ്ട ആവശ്യമില്ല, കൊടുക്കാൻ പാടില്ല. കാരണം കളർ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് എല്ലാ ലൈവിലും 30-ാം തീയതി മുതലുള്ള എല്ലാ ലൈവിലും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കളർ പറഞ്ഞവർക്ക് സമ്മാനം കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ അവർ ഗസ് ചെയ്താൽ 100% ഉറപ്പാണ്. പക്ഷേ പ്രോത്സാഹന സമ്മാനം എന്നുള്ള രീതിയിലാണ് നമ്മൾ അവർക്ക് 500 റുപ്പീസിൻ്റെ പ്രൈസ് കൊടുക്കുന്നത്. അപ്പം അവർ ആരൊക്കെയാണ്, ആ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയാം. ആ വിന്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബീഡിയൻറ്റ് പച്ച കളർ പറഞ്ഞിട്ടുണ്ട്. ഒബീഡിയൻറ്റ് പച്ച കളർ പറഞ്ഞിട്ടുണ്ട്. ദെൻ സുനിൽ നമ്മളുടെ ഒരു മെമ്പർ കൂടിയാണ്, മെമ്പർഷിപ്പ് എടുത്തുള്ള ആളാണ്. സുനിലും കൂടി പച്ച പറഞ്ഞിട്ടുണ്ട്. ആൻസർ പച്ച കളറാണ്. അപ്പം വിന്നേഴ്സ്, നമ്മൾ പ്രോത്സാഹന സമ്മാനം നൽകിയിട്ടുള്ള വിന്നേഴ്സിന് ഒത്തിരി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കളറെങ്കിലും പറഞ്ഞ് പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കും. അതുപോലെ തന്നെ ഇനിയുള്ള കോണ്ടസ്റ്റിലും എല്ലാവരും എന്താ പറയുക, ഊർജ്ജസ്വലരായിട്ട് മത്സരബുദ്ധിയോടുകൂടി പങ്കെടുക്കുക. മെമ്പേഴ്സ് ഓൺലി കോണ്ടസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും, പങ്കെടുത്തവർക്കും കാണികളായിട്ടുള്ളവർക്കും എല്ലാവർക്കും ഒത്തിരി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എസ്പെഷ്യലി നമ്മളുടെ പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായിട്ടുള്ള സുനിൽ ആൻഡ് ഒബീഡിയൻറ്റ്, ഇവർ 2 പേർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം പച്ചയാണ്. ഡേറ്റ് വന്നിട്ട് ഏപ്രിൽ 7 കേട്ടോ. ഏപ്രിൽ 7 ഞാൻ ചെയ്ത ലൈവ് വീഡിയോയിലാണ് ആ ഒരു കാര്യം പറയുന്നത്. അപ്പം എല്ലാവരും നമ്മളുടെ കോണ്ടസ്റ്റ് വിന്നർ അറിഞ്ഞല്ലോ. ഡേറ്റും കളറും പറഞ്ഞുകൊണ്ട് ആരും തന്നെ വിന്നറായിട്ടില്ല. പക്ഷേ കളർ ഗസ് ചെയ്തിട്ടാണെങ്കിലും കറക്റ്റായിട്ട് പറഞ്ഞ 2 പേർക്ക് നമ്മൾ പ്രോത്സാഹന സമ്മാനം നൽകിയാണ് 500 രൂപയുടെ പ്രൈസ് നമ്മൾ നൽകുകയാണ് കേട്ടോ. അപ്പം